കൈവശഭൂമിയിൽ വീട് വച്ച് താമസിക്കുന്ന കുടുംബങ്ങൾക്ക് 10 വർഷത്തിലധികമായി വൈദ്യുതി കണക്ഷനുണ്ട്. എന്നാൽ ഇവിടെ താൽക്കാലിക ഷെഡുകൾക്ക് വൈദ്യുതി കണക്ഷൻ നൽകിയത് വനം വകുപ്പിന്റെ അനുമതിയില്ലാതെയെന്നാണ് വാദം. കണക്ഷൻ വിച്ഛേദിച്ചില്ലെങ്കിൽ നിയമ നടപടി സ്വീകരിക്കുമെന്നാണ് വനം വകുപ്പ് നൽകിയ നോട്ടീസിൽ പറയുന്നത്. വൈദ്യുതി കണക്ഷൻ വിച്ഛേദിക്കേണ്ട ആളുകളുടെ പട്ടികയും കത്തിനൊപ്പമുണ്ട്. അന്നിവിടെ റേഞ്ച് ഓഫീസറൊക്കെ ഉണ്ടല്ലോ, ആ റേഞ്ച് ഓഫീസർ വേണം അതിന് മറുപടി പറയാൻ. ഷെഡ് കെട്ടി കയറിയതാണോ, എങ്ങനെയാണ് നമ്മളിവിടെ വന്നതെന്നുള്ളത്. അല്ലാതെ ഇങ്ങേരിപ്പം പുതിയതായിട്ട് വന്ന ഒരാളെ വന്നേച്ചും നിങ്ങളുടെ കൈവശ വനത്തിൽ കയറുക എന്നൊക്കെ പറഞ്ഞാലേ നമുക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല. ശക്തമായിട്ട് എതിർക്കും. ഇവിടെ വന്ന് കറണ്ട് കട്ട് ചെയ്യാൻ വന്ന പോർഷൻ ഞങ്ങൾ വിടത്തില്ല, ഉറപ്പാണ്. ഫോറസ്റ്റുകാർ ഇതിന് നടപടി എടുക്കാൻ ഞങ്ങൾ സമ്മതിക്കത്തില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ പഞ്ചായത്തിൽ കരം കിട്ടുന്നവരാണ് ഇവരെല്ലാം. പഞ്ചായത്തിൽ കരം കിട്ടുന്നവർക്ക് നമുക്കൊരു സുപ്രഭാതത്തിൽ ഒന്നിച്ചത് കട്ട് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ സമ്മതിക്കുമോ? അനുമതിയില്ലാതെ 11 പോസ്റ്റുകൾ സ്ഥാപിച്ച് കണക്ഷൻ എടുത്തതായി വനം വകുപ്പ് കണ്ടെത്തിയിട്ടുണ്ട്. 11 പോസ്റ്റോളം വനത്തിനുള്ളിലൂടെ ഒരു വ്യക്തിയുടെ സ്ഥലത്തേക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഈ സ്ഥലം എന്ന് പറയുന്നത് വനത്തിന്റെ സ്റ്റാറ്റസ് ഉള്ള ഭൂമിയാണ്. ഇല്ലീഗലായിട്ടുള്ള ലൈനിൽ നിന്ന് ഏതെങ്കിലും രീതിയിലുള്ള ഒരു അപകടം ഉണ്ടാകാനുള്ള ഒരു സാധ്യതയാണ് പ്രധാനമായിട്ട് ഇതിനകത്തുണ്ട്. അപ്പോൾ അത് ലീഗലൈസ് ചെയ്യുക. അത് 24 എണ്ണം അനധികൃതമാണ്, വനം വകുപ്പിന്റെ NOC ഇല്ല എന്നും പറഞ്ഞാണ് നമ്മൾ അവർക്ക് കത്ത് കൊടുത്തിരിക്കുന്നത്. ഒരാളുടെ ബന്ധുക്കളുടെ പേരിൽ 11 കണക്ഷൻ ഉള്ളതായും വനം വകുപ്പ് കണ്ടെത്തിയിട്ടുണ്ട്. വനം വകുപ്പിന്റെ നടപടിക്കെതിരെ പ്രതിഷേധം ശക്തമാണ്. 24 ഇടുക്കി.